അമൃതേഷ് എന്ന് പറയുന്ന കുട്ടിയെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിൽക്കുന്നത്. ദൈവം തൊട്ട, ഈശ്വരൻ തൊട്ട മകനാണ് അമൃതേഷ്. അത് എന്നേക്കാൾ നന്നായിട്ട് പറയാനും അത് അനുഭവത്തിൻ്റെ മൂർച്ചയിൽ നിന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനും പറ്റുന്നത് സുഗതയായിരിക്കും. സുഗത സംസാരിക്കാമോ? സുഗതയുടെ അനുഭവങ്ങൾ പറയാമോ? അമൃതേഷിന് മാർച്ച് മാസത്തിൽ നവോദയയിൽ എൻട്രൻസ് ചെയ്ത് കിട്ടിയായിരുന്നു. അപ്പം എത്രാം ക്ലാസ്സിലേക്കാണ്? 6th 6ലേക്ക്. അപ്പം കിട്ടിയപ്പോഴത്തേക്കും മാർച്ചിൽ നമ്മൾ മെഡിക്കലൊക്കെ എടുത്താണ് അവിടെ കൊടുത്തത്. അപ്പം ഏപ്രിൽ മെയ് ഒക്കെ ആയപ്പോഴത്തേക്കും ചെറിയൊരു ഭക്ഷണത്തിനൊരു മടുപ്പും പിന്നെ ഇദ്ദേഹത്തിനൊരു ആക്ടിവിറ്റീസൊക്കെ കളിക്കാനൊക്കെ ആയിട്ടൊരു ചെറിയ താമസവും, പിന്നെ കളിക്കുമ്പോൾ നെഞ്ചിനൊരു ഇടുപ്പ് പോലൊക്കെ. അപ്പം നമ്മുടെ ഇവിടെ കളിക്കാനായിട്ട് പിള്ളേർ വന്നാലും ഒക്കെ പുള്ളി പെട്ടെന്ന് തന്നെ അങ്ങ് മാറിയിരിക്കും. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും 15 ദിവസമേ ഉള്ളൂ നവോദയ പോകാനായിട്ട്. അപ്പോൾ ഇനി അവിടെ റെസിഡൻസ് സ്കൂൾ ആയതുകൊണ്ട് നമുക്ക് 7 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ നമ്മൾ ഇന്ന് വാരി കൊടുക്കുന്ന പോലെ ചിലപ്പോൾ അവിടെ പറ്റിയെന്ന് വരത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തുന്ന ഒരു ഫിസിഷ്യനെ കാണിച്ച് തൽക്കാലം ഒരു ടോണിക്കോ എല്ലാം മേടിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും 2-3 പേരോട് ഒരു ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഫിസിഷ്യനെ കാണിക്കേണ്ട, കുട്ടികളുടെ ഡോക്ടറെ തന്നെ ഒന്ന് പോയി കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ നമ്മുടെ ആലപ്പുഴ വട്ടപ്പടി ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കയറ്റി കിടത്തിയൊക്കെ പരിശോധിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വയറ്റിലെന്തോ ഒരു തടിപ്പ് പോലെ പറഞ്ഞു. അപ്പം ഞാൻ പോകുന്നതിന് മുമ്പേ ആയിട്ട് നവോദയ കൊടുക്കാൻ കൊണ്ടുപോയ മെഡിക്കലെല്ലാം ഞാൻ ബാഗിലെടുത്തിട്ടാണ് ഈ ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ വയറ്റിൻ്റെ അബ്ഡോമൻ്റെയൊക്കെ എടുത്ത റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ അതൊക്കെ എടുത്തെങ്കിൽ മെയ് മാസം ആകുമ്പം ഇത്ര പെട്ടെന്ന് വയറ്റിലൊക്കെ മുഴ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിങ്ങിതാന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്നിൻ്റെയും നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാം പാർട്സിൻ്റെ ഓരോന്ന് കൊടുത്തു. പക്ഷേ ബ്ലഡിൻ്റെത് ഞാൻ നമ്മുടെ മെഡിക്കൽ കോളേജിൽ എടുത്തത് കൊണ്ട്, തൈറോയിഡും ബ്ലഡും എല്ലാം അവിടെ എടുത്തത് കൊണ്ട് അവിടുത്തെ ഷീറ്റ് അങ്ങനെ ഞാൻ നവോദയ കൊടുത്തായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇതെല്ലാം നോക്കിയിട്ട് കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങുക പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങുക പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, നിങ്ങൾ വന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ, റിസൾട്ട് കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ നമ്മുടെ അവിടെ ആലപ്പുഴയിലൊരു ലാബിൽ പോയി കൊണ്ടുവന്ന് പരിശോധിച്ച് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ച് കഴിഞ്ഞ് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, വണ്ടാനത്തോട്ടൊന്ന് പോകാം. അപ്പം തന്നെ ഡോക്ടർ, ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ വണ്ടാനത്ത് വിളിച്ചായിരുന്നു. വണ്ടാനത്തോട്ട് വിളിച്ച് പുള്ളി തന്നെ ഒരു റെഫറൻസ് ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ. അതും തന്ന് ഫീസ് പോലും മേടിച്ചില്ല. അപ്പോൾ അവിടെ അച്ചുകൂട്ടം കരഞ്ഞു കിടന്നു, എൻ്റെ വയറ്റ് മൊഴിയാണല്ലോ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്നുമില്ല കുഞ്ഞ് അവിടോട്ട് ചെല്ല് എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ കയറ്റി. വണ്ടാനത്ത് ചെല്ലുകയും ഞങ്ങൾ ഡെങ്കു ആണെന്നുള്ളതെന്ന് പരിശോധിച്ചപ്പോഴത്തേക്കും അതുമല്ല. അപ്പം പറഞ്ഞ് ഒരു പരിശോധന കൂടെ ഉണ്ട്, അതുകൂടെ പരിശോധിച്ചിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു പരിശോധന കൂടെ ഫസ്റ്റ് എന്ത് വല്ലതും ചെയ്തായിരിക്കും. അപ്പം പ്ലേറ്റ്ലെറ്റ് 55, WBC 1,90,000 ആയിരുന്നു നമ്മുടെ ബ്ലഡിൽ കാണിച്ചത്. 1,90,000. നമുക്ക് 10 വേണ്ടടുത്ത് നമുക്ക് 10 മടങ്ങാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉടനെ അവിടുന്ന് തന്നെ നമുക്ക് ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞ്, ഇന്ന പോലെ നമുക്ക് തിരുവനന്തപുരത്തേക്ക് ആയിരിക്കും ഒന്നുകൂടെ നല്ലത്, ബോൺമാരോ ചെയ്യാനായിട്ട് ഇപ്പം ചെയ്താലും ഇവിടെയും പൈസ കൊടുക്കണം, അവിടെ അത് സ്വീകരിക്കത്തില്ല, പിന്നെ കുഞ്ഞിനും വേദനയായിരിക്കും, ഇവിടെ ചെയ്താലും അവിടെ ഒന്നുകൂടെ ചെയ്യാതെ അവർ കറക്റ്റ് ആകത്തില്ലെന്ന്. അങ്ങനെ അവിടെ ഒരു പ്രശാന്ത് ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു പ്രശാന്ത് ഡോക്ടറിനെ ഈ ഡോക്ടർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്, ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആംബുലൻസിലാണ് ഞങ്ങൾ. അപ്പോൾ ആംബുലൻസിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ സ്കിന്നിൻ്റെ അകത്തോട്ടൊക്കെ ഇച്ചിരി ബ്ലഡ് വരാൻ തുടങ്ങിയായിരുന്നു. നമുക്ക് എക്കോ എടുക്കാനായിട്ട് വെച്ച് അതിൻ്റെ അകത്ത് എല്ലാം ഇങ്ങനെ ബ്ലഡായിരുന്നു. അപ്പോൾ പറഞ്ഞ് കൂടുതൽ നമുക്ക് അനങ്ങാതെ തന്നെ പോകണം, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാകും എന്ന് പറയും. അങ്ങനെ അവിടുന്ന് തന്നെ അപ്പം തന്നെ ആംബുലൻസിൽ അവിടെ ചെന്നപ്പോൾ ഈ പ്രശാന്ത് ഡോക്ടർ നമ്മുടെ കുട്ടികളുടെ വിഭാഗത്തിൽ തന്നെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കയറി. അങ്ങനെ അപ്പം തന്നെ 15 ദിവസം അവിടെ ICUയിലായിരുന്നു. 15 ദിവസം കഴിഞ്ഞ് ജൂൺ 5-ാം തീയതി ഫസ്റ്റ് ബോൺമാരോ ചെയ്തു. അവിടുത്തെ കീമോയും അതും ഇതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ബോൺമാരോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ജൂൺ 6-ാം തീയതി ഞങ്ങൾ ലൂർദ് മാതയിൽ വരുന്നു. ജൂൺ 6 ലൂർദ് മാതയിൽ അവിടെ തന്നെ ഉള്ള ഒരു ആൻറ്റിയാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് താമസ സൗകര്യങ്ങളില്ലാതെയും ഇവർ അവിടെ ലോഡ്ജിലും ഒക്കെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോകാനായിട്ട് ഡോക്ടർ വന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എവിടെ പോകണമെന്നിങ്ങനെ നിന്നപ്പോഴത്തേക്കും OP വിഭാഗത്തിൽ തന്നെ നമ്മൾ ഈ 15 ദിവസം കിടക്കുമ്പോഴുള്ള പരിചയം വരുമല്ലോ ഒരേ അമ്മമാരുമായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ഇവിടെ ലൂർദ് മാത എന്നും പറഞ്ഞിട്ട് ഒരു മോബനച്ചൻ, അതുപോലെ അവിടുത്തെ സിസ്റ്റർമാർക്കും അറിയാം.
സിസ്റ്റർമാർക്കും അച്ഛനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞ് ഇന്നപോലെ മോബനച്ഛനുണ്ട്, മോബനച്ഛൻ്റെ അടുത്ത്. അപ്പം അവിടുത്തെ തന്നെ ഞാൻ പുറത്ത് വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡാണ് ഈ നമ്പർ വെച്ച് വിളിച്ചത്. അപ്പം അവിടുത്തെ സിസ്റ്റർ നിർമ്മലാമ്മ പറഞ്ഞ് പിന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ ആയിട്ട് വന്നാലേ നമുക്ക് കാര്യം നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എല്ലാം സെറ്റായി. നമ്മുടെ ഈ ക്യാൻസർ രോഗം എന്ന് പറയുമ്പം പ്രേക്ഷകർക്ക് അറിയാമല്ലോ, കേട്ട് കഴിഞ്ഞാൽ ഉടനെ പ്രത്യേകിച്ച് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒത്തിരിയേറെ ആളുകൾ പാനിക്കാവും. അതുപോലെ ഒത്തിരിയേറെ കടുത്ത നിരാശയും ഉത്കണ്ഠയും ഇനി മുന്നോട്ടേക്ക് എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ അറിയാതെ വിഷമവൃത്തത്തിലാകുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ ഞാൻ കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ മറക്കാത്ത ഒരു മുഖമാണ് സുബിതയുടെ മുഖം, സുബിതയുടെ അഭിലാഷിൻ്റെ. കാരണം അവരുടെ ആ മാനസിക വികാരങ്ങൾ മുഴുവൻ അവരുടെ മുഖത്ത് ആ സമയത്ത് പ്രതിഫലിക്കുമായിരുന്നു. സുബിതയ്ക്ക് അതൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ആണച്ചാ, ഞങ്ങൾ അന്ന് ഡിസ്ചാർജ് ചെയ്ത് 8 മണി രാത്രിയായി ലൂർദിൽ വരുമ്പം. അന്ന് പിന്നെ നമ്മുടെ ജിൻസ് ബ്രദർ ഉണ്ടായിരുന്നു, നിർമ്മലാമ്മയും നമ്മുടെ സ്വീകരിക്കുന്നിടത്ത് ഇരിപ്പുണ്ടായിരുന്നു. റൂം തന്നു, റൂമിൻ്റെ ചാവി തന്നു. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് പാത്രങ്ങളോ സാധനങ്ങളോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ആംബുലൻസിൽ കയറി വന്നതല്ലേ. പിന്നെ ഞങ്ങൾക്ക് അന്നത്തെ പിന്നെ രാത്രിയത്തെ 8 മണിയായപ്പം 7:45 വന്നപ്പോൾ ഒരുവിധം നമുക്ക് 7:20 അവിടെ ഫുഡാണല്ലോ. അപ്പം 7:45 ആയപ്പോൾ ഒരുവിധം എല്ലാവരും ഫുഡ് മേടിച്ച് കഴിക്കാൻ പോയ സമയത്താണ് നമ്മൾ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അകത്തുനിന്ന് തന്നെ ഞങ്ങൾക്ക് 3 പേർക്കും പാത്രം എടുത്ത് നിന്ന് കഞ്ഞിയും പയറും തന്ന് ഞങ്ങൾ കുടിച്ച്. ഞങ്ങൾ ജൂൺ 6-ാം തീയതി മുതൽ ഞങ്ങൾ നവംബർ 20-ാം തീയതി വരെ അവിടെ താമസിച്ചു. 7 മാസം. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ജിൻസ് ബ്രദറും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് വിഷമിക്കണ്ട, ഇതിൽ എൻ്റെ മുഖം കണ്ടതും ഹസ്ബൻഡിൻ്റെ മുഖം കണ്ടപ്പോഴായിരിക്കും പറഞ്ഞ് വിഷമിക്കണ്ട, അതെല്ലാം മാറും, ഇവിടെ നല്ലതൊരു സ്ഥലമല്ലേ, നിങ്ങൾ പ്രാർത്ഥിച്ചെല്ലാം അമ്മയ്ക്ക് ഇതൊന്നും മാറും, കുഞ്ഞുങ്ങളുടേതല്ലേ, എപ്പോഴും സുഖമാകും. സത്യത്തിൽ വേറെ ഞാൻ ഇവിടെ എപ്പോഴും പറയുന്നു, ഇന്നലെയും പറഞ്ഞുവിടാം, നമ്മൾ വേറെ ഏത് സ്ഥലത്ത് ചെന്നാലും വൈകിട്ടത്തെ ഒരു പ്രാർത്ഥനയോ അതല്ലെങ്കിൽ വേറെ ഒന്നും നമുക്ക് ഒന്നുമല്ല. അവിടെയാണ് നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി. ആ കൊന്തയ്ക്കും കുർബാനയ്ക്കും അച്ചു ഫസ്റ്റിലായപ്പോഴും ആദ്യം എപ്പോഴും അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ്ങിന് വേണ്ടി എളുപ്പമാണ്. ഞാൻ പറഞ്ഞു, മോനെ എപ്പോഴും കുഞ്ഞോടണ്ട, ആരെങ്കിലുമൊക്കെ ചെന്നിട്ട് പറയുന്നത് ഇല്ല. ആദ്യം കുർബാന കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഞാൻ ഈശോയുടെ രൂപം തൊട്ട് മുത്തിയിട്ട് നേരെ കൈ വലത്തോട്ട് വയ്ക്കുമ്പം അമൃതേഷിൻ്റെ തലയിലോട്ടാണ് വരാറുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ അറിയാതെ കൈ തിരിച്ചു, അമൃതേഷ് അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം അമൃതേഷ് ഓൾറെഡി ഇങ്ങനെ പോകുന്ന കഴിഞ്ഞു. അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ മുടങ്ങാതെ ഏറ്റവും മുന്നിൽ വന്ന് അമൃതേഷ് ആശീർവാദമൊക്കെ സ്വീകരിക്കുന്ന അച്ഛന് നല്ല ഓർമ്മയാണ് കേട്ടോ. അമൃതേഷിന് ആ കാലത്തെക്കുറിച്ചൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? എന്നെ അമ്മ അച്ഛനും ഒന്നും അറിയിച്ചിട്ടില്ല എനിക്ക് എന്ത് അസുഖമാണെന്ന്. പിന്നെ ഞാൻ ചിലവരൊക്കെ പറയുമ്പം അത് ആണെന്ന് ഞാൻ അമ്മനോട് ചോദിക്കുമ്പോഴും അമ്മ അല്ല, അതൊന്നും അല്ല, ഇത് അണുക്കളാണ്, ബ്ലഡിൽ അണുക്കളാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ വേറെ ഒന്നും ഇതുവരെയായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തസുഖം ഇപ്പം അറിയാം? അറിയത്തില്ല. അതിനിപ്പോൾ അറിയണ്ട പോട്ടെ. അപ്പോഴ് ഇങ്ങനെ എന്തോ വയറ്റുമൊഴിയാണെന്നൊക്കെ ഭയങ്കര അങ്ങ് ടെൻഷനായിരുന്നു, സ്കൂളിൽ പോകാൻ പറ്റാത്തതുകൊണ്ടൊക്കെ? അല്ല, വയറ്റിൽ മുഴ എനിക്ക് പണ്ട് തൊട്ടേ ഈ ഓപ്പറേഷൻ പേടിയായിരുന്നു. അപ്പൊ മുഴയാകുമ്പോ പിന്നെ ഓപ്പറേഷൻ ചെയ്യണ്ടേ. കൂട്ടുകാരൊക്കെ ഇപ്പൊ നീ സ്കൂളിലൊക്കെ പോകാതിരുന്നപ്പം കൂട്ടുകാരൊക്കെ എന്തെങ്കിലും ചോദിച്ചു എന്നോട്, എന്താ നീ വരാത്തേ, എന്താ അച്ചു വരാത്തേ എന്നൊക്കെ അമ്മയോട് ചോദിച്ചു? ഇല്ല, ഞങ്ങളന്ന് ഫോൺ പോലും കൊണ്ടുപോകാതെ ഞാൻ ആംബുലൻസിൽ കയറി പോയത്. അപ്പം കോണ്ടാക്ട് എല്ലാം കൂട്ടുകാരിൽ നിന്ന് വിട്ടുപോയി. പിന്നെ അങ്ങനെ കൂട്ടുകാരൊന്നും അങ്ങനെ ഫോൺ വിളിച്ചില്ല. ഇപ്പം അടുത്തുള്ള ആൾക്കാർക്ക് കളിക്കാനൊക്കെ വിളിക്കുമ്പം അച്ചു എന്തി എന്നൊക്കെ തിരക്കുവോ? ഇവിടെ ഉള്ളവരെല്ലാരും തിരക്കുമായിരുന്നു. ഇപ്പൊ നീ വന്നപ്പോ അവരൊക്കെ ചോദിച്ചു, നീ ഇത്ര നാളെ എവിടെ ആയിരുന്നു, എവിടെ പോയി? എല്ലാവരോടും പറഞ്ഞിരുന്നത് പനിയാണെന്നായിരുന്നു. അഭിലാഷ് എന്തൊക്കെയോ പറയാനുണ്ടല്ലേ? അഭിലാഷ് ഒന്ന് മനസ്സ് തുറന്നേ. നമ്മൾ എനിക്കിപ്പോൾ 46 വയസ്സുണ്ട്. ഈ 46 വയസ്സിൽ നമ്മൾ പനിയോ അല്ലെങ്കിൽ ഈ 2 പേർക്കായാലും നമുക്ക് എനിക്കായാലും ഒരു വയറുവേദന അല്ലെങ്കിൽ ഒരു പനി ഇതേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇത്രയും വലിയൊരു ഇപ്പം നമ്മൾ വിശപ്പില്ലായ്മ, നമ്മുടെ ജോലിയും കഴിഞ്ഞ് ഒരു വൈകുന്നേര സമയത്താണ് വിശപ്പില്ലായ്മയ്ക്കാണ് ഇവനെപ്പോഴും. അതിന് ടോണിക്ക വല്ലതും മേടിക്കാൻ പോയാൽ ഞങ്ങളാണ്. പെട്ടെന്ന് ഈ പറഞ്ഞ ഡോക്ടറെ ഞങ്ങളോട് ഇങ്ങനെ പറയുമ്പോഴും എനിക്കത് പോയില്ല. ഇന്നതാണ് അസുഖമൊന്നും ഡോക്ടർ നമ്മുടെയൊക്കെ പറഞ്ഞു പോയില്ല. പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ്
ഇങ്ങനെ ഡോക്ടർ വിളിച്ച് പറയുമ്പോൾ നമ്മളുടെ എല്ലാ നിയന്ത്രണവും പോയി. കാരണം നമ്മൾ മക്കളാണല്ലോ നമുക്ക് വലുത്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുറത്ത് ഇപ്പം ഈ 15 ദിവസവും ഐസിയിൽ, അന്ന് ഞാൻ ലൂർദ് മാതായിലില്ല, 15 ദിവസം ഐസിയിൽ പുറത്തിരിക്കുകയുള്ളൂ. കുട്ടിയുടെ വിവരം അല്ല അമ്മ എന്ന് പറയുമ്പോഴേ നമ്മൾ കുട്ടിയുടെ വിവരം അറിയുന്നു. പിന്നെ ഇവൻ്റെ ഓരോരോ ബുദ്ധിമുട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തെ വിളിക്കല്ലേ പറ്റുമോ. ഈ ഐസിലെ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ തന്നെയാണെങ്കിൽ നമ്മൾ വൈകുന്നേരം 6 മണിക്കാണ് തിരിച്ചവിടുന്ന് ഇറങ്ങുക. ഇതിനിടയ്ക്ക് നമ്മുടെ ഭക്ഷണങ്ങൾ പോലും നമ്മൾ മറന്നാണ്. അന്ന് ഞങ്ങൾ ഈ ആശുപത്രിയുടെ അടുത്തുള്ള ഒരു ലോഡ്ജിലാണ് നമ്മൾ താമസിച്ചത്. പിന്നെ വന്ന് കിടന്നവർക്ക് പിറ്റേ ദിവസം 6 അങ്ങനെ 15 ദിവസം നമ്മൾ താമസിച്ചാണ് അവിടെ. അതും കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾ ലൂർദ് മാതായിൽ വരുമ്പോൾ ഞാൻ ചോറ് കഞ്ഞി കുടിക്കുന്ന അദ്ദേഹം ലൂർദ് മാതായിൽ വന്ന അന്നത്തെ ഞാൻ പറഞ്ഞു ജസ്റ്റിൻ അസിസ്റ്റൻ്റെയൊക്കെ ആ പാത്രം തരാൻ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു ഓട്ടോ അതൊന്നും ജീവിതത്തിൽ മറക്കത്തില്ല. ഫസ്റ്റ് ടൈം എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു, ആരും എന്നോട് പറഞ്ഞതുമില്ല. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഞാൻ കോൾ ചെയ്യുമ്പോൾ ഒന്നുമില്ല, ചിലപ്പോൾ എന്നെ കൂടെ ടെൻഷൻ ആക്കണ്ടെന്ന് അർത്ഥമായിരിക്കും പറഞ്ഞത്. പക്ഷേ എനിക്കിതിനെപ്പറ്റി കറക്റ്റായിട്ട് ഒരു ഇൻഫർമേഷൻ അപ്പോഴും കിട്ടിയിട്ടില്ല. പിന്നെ പതുക്കെയാണ് ഞാനും ഇത് അറിഞ്ഞു തുടങ്ങിയത്. പിന്നെ അമ്മയോടും ഫോൺ ചെയ്യുമ്പോഴും ഭയങ്കര സങ്കടവും പറച്ചിലൊക്കെയായിരുന്നു. അച്ഛനാകുമ്പം പറയും എൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കും. പക്ഷേ എനിക്ക് മനസ്സിലിതുണ്ടായിരുന്നു കാര്യം, അച്ഛൻ വിഷമിച്ചിരിക്കുകയാണ് അതാണ്. പക്ഷെ അമ്മ എപ്പോഴും കരയും. എപ്പോഴും ഞാൻ പറയും അവൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ കരയരുത്, ഇതാണെന്ന്. ഈ അച്ഛനും അമ്മയും മോനുമായിട്ട് അവിടെയല്ലേ? അപ്പോൾ മോൻ ഒറ്റയ്ക്ക് ഇവിടെയായിരുന്നോ അതോ? അല്ല, ഞാൻ കുടുംബ വീട്ടിലായിരുന്നു. അച്ഛൻ ഓക്കെ. അങ്ങനെ പറയുമായിരുന്നു. പിന്നെ അച്ഛൻ ഇല്ലാത്തതിൻ്റെ ഒരു മിസ്സിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ എന്താ ഒരു സങ്കടവും, ആരും ഇല്ല, ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് വീട്ടിൽ, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ്. നമ്മളിങ്ങനെ വലിയ അഹങ്കാരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങളെക്കുറിച്ച് വലിയ ഉത്കണ്ഠകളൊക്കെ വരുമ്പം നമ്മളിങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ നാർസിസിലൊന്ന് പോകണം, അവിടുത്തെ പീഡിയാട്രിക് വാർഡിലൊന്ന് കയറിയാൽ മതി, നമ്മുടെ അഹങ്കാരവും കുറയും, നമ്മുടെ രോഗങ്ങൾ ഇത്രയേ ഉള്ളെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ അവിടെ പോയിട്ടില്ലാത്തവർ പോലും ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ രാപകല് മകന് കൂട്ടിരുന്ന് ആ പീഡിയാട്രിക് വാർഡിലിരുന്ന സുബിതയുടെ ആ ഒരു അനുഭവം പറയാം. ഞാൻ ഇവിടുന്ന് ചെന്ന് ആ റൂമിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തിത് എന്താ ഇത്രയും കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇവിടെ കിടക്കുന്നത്, ഈ അസുഖമാണല്ലോ എന്ന് ഞാൻ ഓർത്തു. പിന്നെ ഞാനും അച്ചുക്കുട്ടനും ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ ബാഗിൽ എപ്പോഴും ഒരു കൊന്തയുണ്ട്. ഞാൻ ആ കൊന്തയെടുത്ത് നന്മ നിറഞ്ഞ മറിയൊക്കെ ഞാൻ അവിടെ നിന്നാണ് പഠിച്ചിട്ടുള്ളത് എല്ലാം ചെയ്യില്ല. അല്ലാതെ ഞാൻ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയൊക്കെ പറഞ്ഞു തരുന്നതും പണ്ട് മുതലേ നമ്മളിവിടെ ഞാൻ നിൽക്കുമ്പോഴെപ്പോഴും ചെല്ലുന്നതാണ്. അപ്പം ഞാൻ ആ പ്രാർത്ഥനയാണ് രാപകൽ ചൊല്ലിക്കൊണ്ടേയിരുന്നത്. അവിടെ ഇരിക്കുന്നവരെല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഡോക്ടർമാർ വരികയും എല്ലാം ചെയ്യുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നപ്പം എപ്പോഴും കുഞ്ഞിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കീമോ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ മകൻ എന്നോട് പറഞ്ഞാണ്, എൻ്റെ അമ്മ എൻ്റെ ചങ്കിന് ജീവനോടെ ഞാൻ അമ്മയെ പൊന്നുപോലെ നോക്കുമെന്ന്. അച്ചുക്കുട്ടൻ എന്നോട് അവിടെ ഇരുന്ന് പറഞ്ഞത്. കാരണം അവന് തോന്നി അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ കിടക്കുന്നതെന്ന്, എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ എന്നുള്ള ഇതുകൊണ്ടായിരിക്കും. മോശം പോകാൻ വേണ്ടി കിടന്ന് പാടുപെടുന്നു. പിന്നെ 4-5 ദിവസം കഴിയുമ്പോഴാണ് ഈ മോശം പോകും. എല്ലാ കുഞ്ഞുങ്ങളുടെയും അലർച്ചയും കരച്ചിലും. ഞാനോർത്ത് ഇവന് മാത്രമേ ഉള്ളായിരിക്കും. ചെല്ലുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഈ മോശം, ഇനി കീമോയുടെ മരുന്നിൻ്റെ വല്ലതും ആണോ എന്നറിയത്തില്ല, മോശം പോകുന്നില്ല, ഒരു കുഞ്ഞുങ്ങൾക്കും പോകുന്നില്ല. എല്ലാവർക്കും പൊട്ടൽ, മോശം പോകുന്നെടുത്ത് പൊട്ടൽ, പിന്നെ ബക്കറ്റിൽ ഇരുത്തുന്നു, ചൂടുവെള്ളം എടുക്കുന്നു, പിന്നെ ഒരു മരുന്ന് തരുമ്പോൾ 4ാമത്തെ മെഡിസിൻ തന്നു കഴിഞ്ഞാണ് അച്ഛന് മോശം പോയി തുടങ്ങിയത്. ആദ്യത്തെ മെഡിസിൻ തന്നു പോകുന്നില്ല, 2ാമത്തെ തന്നില്ല, പിന്നെ ഗുളിക വയ്ക്കുന്നു, പിന്നെ എനിമ കൊടുത്ത് എന്നിട്ടും പോയില്ല. ഒരു സ്മൂത്ത് എന്നും പറഞ്ഞ് അവസാനം മഞ്ജുഷ നടന്നെന്ന് പറഞ്ഞ് അവസാനം ഒരു കാര്യം ചെയ്ത് സ്മൂത്ത് എന്നും പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, അത് കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്മൂത്ത് മരുന്ന് കൊടുത്തതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് പോയപ്പോഴോ 5-6 ദിവസം അടുപ്പിച്ച് പോവുക, ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക. എനിക്ക് തോന്നുന്നു ജനിച്ചിട്ട് എനിക്കൊന്നും പാമ്പേഴ്സ് ഐറ്റംസ് ഒന്നും വെച്ചിട്ടില്ല. അന്നൊക്കെ ഞാൻ തുണി ഉപയോഗിച്ച കുഞ്ഞിനെ ഉപയോഗിക്കും. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് കുഞ്ഞ് അവിടെ വന്ന് ഈ എല്ലാ ദിവസവും നിമിഷ നേരം കൊണ്ടായി മാറുന്നു. പിന്നെ അവസാനം അത് നിൽക്കാൻ വേണ്ടിയുള്ളത് കൊടുക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്കാണ് ഒരു ബക്കറ്റ് വെച്ച് ഛർദിൽ നടക്കുന്നത്. ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വയറ്റിൽ നിന്ന് പോകുന്നത് നിരന്തരം പോയിക്കൊണ്ടിരിക്കുക, ഛർദ്ദിക്കുക,
അവസാനം ഞങ്ങൾക്ക് ഒരാളുടെ ഭക്ഷണമായിരുന്നു 2 പേർക്കും ഒരു പൈസ എങ്ങാണ്ട് അടച്ച് ഒരാൾക്ക് 190 രൂപയാണ് അവിടെ ഒരു ദിവസം. അപ്പം നമുക്കൊരു മിനിമം എങ്ങനെ പോയാലും 350-400 രൂപയുടെ അടുത്തുള്ള ഒരു ദിവസത്തെ ഉള്ളു. അപ്പോൾ പക്ഷേ വെറുതെ ഭക്ഷണം കൊണ്ടുവന്ന് വരും പോകും, ഭക്ഷണം കൊണ്ടുവരും പോകും. ഇദ്ദേഹത്തിന് തന്നെ വേണ്ട, പിന്നെ നമുക്ക് എങ്ങനെ കഴിക്കും? അവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അച്ചു നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു മരണ വീട്ടിലിരിക്കത്തില്ലേ, ആ മരണ വീട്ടിലിരിക്കുന്ന ഒരു റൂമിൽ അല്ലെങ്കിൽ വലിയൊരു ഹാളിൽ മരണ വീട്ടിൽ. കാരണം ഒരമ്മമാരും പരസ്പരം അടുത്ത അമ്മമാരോട് മിണ്ടുന്നില്ല. കാരണം അവരുടെ അവസ്ഥ പരസ്പരം മിണ്ടുന്നില്ല. ഇതൊക്കെ നമ്മൾ 50 ബെഡുണ്ട് ഒരു വാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവിഷൻ ചെയ്തിട്ടിരിക്കുക. പക്ഷെ നമുക്ക് മറയൊന്നുമില്ല, പകുതി തോന്നും. എന്നിട്ട് തോന്നും അത് കഴിഞ്ഞ് പെരിഫെയർ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തോട്ടൊരെണ്ണമുണ്ട്. ഇവിടുന്ന് സുഖപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് പെരിഫെയർ. ഇവിടെ എന്ന് പറഞ്ഞാൽ പല അസുഖം, ഇപ്പം മോശം പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു അസുഖത്തിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി മാറിയ കുഞ്ഞുങ്ങളെ കിടത്താൻ പറ്റത്തില്ലേ, പെരിഫെയറും ഒരു ക്യൂബിക്കും എന്നും പറഞ്ഞുണ്ട്. അപ്പോൾ ആ 50 കുട്ടികൾ പോയി കഴിഞ്ഞാൽ നമ്മൾ OP വരുമ്പം വേറെ 50, 100, 200 ആ കുട്ടികൾ. ഇവിടെ മാത്രം ഞങ്ങൾ ആദ്യമായിട്ട് വന്നതുപോലെ അഡ്മിറ്റിന് 15 ദിവസം കിടന്ന പോലുള്ള കുട്ടികളെ കിടക്കും. അപ്പോൾ 15 ദിവസം 16 ദിവസം 45 ദിവസമൊക്കെ കിടക്കുന്നുണ്ട്. നമ്മുടെ ശിവനന്ദനെയൊക്കെ 45 ദിവസമാണ് ഒരു കീമോയ്ക്ക് പോയാൽ കിടക്കുന്നത്, ശിവനന്ദനെയും ദേവിക്കും ഒക്കെ. അപ്പോൾ അവർ സ്ഥിരം അവിടെയാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ 15 ദിവസം കഴിഞ്ഞ് മാറുമെങ്കിൽ നമ്മുടെ ബെഡിലോട്ട് അടുത്ത ആൾ വന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ. നമ്മുടെ ലൂർദ് മാതാ കെയറിലെ അവിടെ ഇപ്പോൾ ആ സെന്ററിലെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്താണ്? അവിടെ ഒരു വേർകൃത്യമില്ല. വേർകൃത്യം മീൻസ് ഞാനൊരു ഹിന്ദു ഇതിൽപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ ഞാൻ അവിടെ വന്നപ്പോഴത്തേക്കും ഒരു റൂം എന്തെങ്കിലും ഒഴിവുണ്ടെങ്കിൽ ആരപ്പോൾ വരുന്നോ ഒരു പക്ഷഭേദമില്ലാതെ ഫസ്റ്റിൽ ഒരുപക്ഷെ ഞാൻ വന്നു കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ആ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിലൊരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഞാനാണ് ആദ്യം ചെല്ലുന്നെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് ആ റൂം തന്നിരിക്കും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്നുമില്ല. അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്കേ കൊടുക്കത്തുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. ആര് വരുന്ന അവർക്ക് ഫസ്റ്റിലെ റൂം ഒരെണ്ണവേ ഒഴിവുണ്ടെങ്കിൽ ആദ്യം വന്ന് എല്ലാം പേപ്പറുകൾ കൊടുക്കാൻ ഉറപ്പായിട്ടും നമുക്ക്. അഭിലാഷിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം. അഭിലാഷ് അവിടെ കുറേ കാര്യങ്ങളിൽ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒഴിവ് സമയങ്ങളിലൊക്കെ ആണെങ്കിലും ഒത്തിരി സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാ പറയുക, അഭിലാഷ് അവിടെ ഉണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയില്ല, അധികം സംസാരിക്കത്തൊന്നുമില്ല. പക്ഷേ അഭിലാഷിൻ്റെ ജീവിതത്തെ അവിടെ സ്പർശിച്ച ഏറ്റവും വലുതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഓരോരുത്തരും അവിടുത്തെ ഇപ്പം നിർമ്മല അമ്മയാണെങ്കിൽ നമ്മളെ താമസിപ്പിക്കാനുള്ള തിടുക്കത്തിലും അല്ലെങ്കിൽ വരുന്നവരെ തിടുക്കത്തിലും, ജസ്ന സിസ്റ്റർ ഭക്ഷണം തരാനുള്ള തിടുക്കത്തിലും, അച്ഛനാണെങ്കിൽ പ്രാർത്ഥനയും ബ്ലെസ്സിങ് തരാനുള്ള തിടുക്കത്തിലും, എല്ലാവരെയും ഇങ്ങനെ എല്ലാ അമ്മമാരും അച്ഛനും നമ്മൾ ചേർത്ത് നമ്മളെ ഇങ്ങനെ സങ്കടപ്പെട്ട ഇതായിരിക്കുന്ന നമ്മളെ അണച്ചു പിടിക്കുന്ന ആ ഒരു അതിലുപരിയായിട്ട് ഈ അവിടുത്തെ പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ഞാനൊരു ഹിന്ദു വ്യക്തിയാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ അവിടുത്തെ പ്രാർത്ഥനയാണ് വെച്ചാൽ എനിക്കിപ്പോഴും. ഞാൻ 2-3 വട്ടം ഇവിടെ വന്ന് ശനിയാഴ്ചയാണ് ഞാൻ, കാരണം എനിക്ക് ഞായറാഴ്ച കമ്പനിയിൽ ഓഫ് ആയതുകൊണ്ടാണ് ശനിയാഴ്ച ഞാൻ വന്നിട്ട് ഞായറാഴ്ച. അപ്പോൾ എനിക്ക് എന്നിട്ട് ഞാൻ സുബിയോട് പറയും, സുബി ഇന്ന് കുർബാനയില്ലല്ലോ ഞായറാഴ്ച, എങ്കിലും അത് ചിലപ്പോൾ തിങ്കളാഴ്ചത്തെ ആ കുർബാന പങ്കെടുത്തിട്ട് ഞാൻ ഒരു ദിവസം പോയില്ലെങ്കിൽ ലീവ് എടുത്താണെങ്കിൽ ആ കുർബാന കഴിഞ്ഞിട്ടേ ഞാനിങ്ങനെ പോന്നിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയത് എനിക്ക് ഏറ്റവും. കാരണം എൻ്റെ സങ്കടം തീർത്ത് അവിടുത്തെ പ്രാർത്ഥനാലയത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ സങ്കടങ്ങളെല്ലാം തീർത്ത്. ഇന്നും എനിക്ക് ആ സങ്കടങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥന മുറിയിലെ ഒരു പ്രത്യേകതയാണ് ആ പ്രാർത്ഥനാലയത്തിൽ. അപ്പം അച്ചു എന്തെങ്കിലും ചോദിക്കാറുണ്ടായിരുന്നോ, എന്തിനാ അമ്മ ഇപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് ഇത്രയും പേരെന്തിനാ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു? നമ്മൾ അവിടുത്തെ നമ്മുടെ റൂമിൻ്റെ ഡോർ അടയ്ക്കുന്നിടത്ത് നമുക്കിങ്ങനെ ക്യാൻസർ രോഗികളുടെ പ്രത്യേക ശ്രദ്ധിക്കാന്ന് പറഞ്ഞ എല്ലാം ഇതിലുണ്ട്. ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ ഒരു ദിവസം ഡോർ അടച്ചപ്പോൾ അച്ചുകൂട്ടം പറഞ്ഞ, എനിക്ക് ക്യാൻസർ ആണല്ലേ അമ്മ, ഈ ക്യാൻസർ രോഗികളുടെ ശ്രദ്ധയ്ക്കെന്നും പറഞ്ഞ് മുറിയുടെ പുറകിൽ ഇത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ക്യാൻസർ ആണല്ലേ, എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ, മോനെ അത് ഇതിനു മുമ്പ് താമസിച്ച ആളുകളുടെ അടുത്ത റൂമേ, പിന്നെ ആ രോഗികളും ഉണ്ട് ഇവിടെ, കുഞ്ഞിനിതല്ല. പിന്നെ ഇവർക്ക് കൂടുതൽ മൊബൈലും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു 3-4-5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഈ യൂട്യൂബിൽ അടിച്ച് നോക്കിയും പിന്നെ ഈ മെഡിസിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്തിട്ട് കീമോയുടെ കാര്യങ്ങളും മുടി പോകുന്നതും വിഷമമാണ്. എൻ്റെ മോൻ്റെ പോകേണ്ട പെട്ടിയായിരുന്നു അവിടെ ഇരിക്കുന്നത്. എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ച് പെട്ടി കാണുമ്പോൾ എനിക്ക് വിഷമമാണ് നവോദയ പോകാൻ.
ഇവന് വീട്ടിൽ നിന്ന് മാറി എന്നപ്പോൾ ഉണ്ടായിരുന്ന ടെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും? ഇപ്പം എനിക്ക് ഇവിടെ വന്നിട്ടാ ടെൻഷൻ. കാരണം എന്ന് വെച്ചാലേ, കാരണം അന്തരീക്ഷം നമുക്ക് അവിടുത്തെ അന്തരീക്ഷം ഒരു തുമ്മൽ പോലും ഇദ്ദേഹത്തിന് ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഈ കാലാവസ്ഥ കൊണ്ടായിരിക്കും 2-3 തുമ്മലും ഇന്നലെ മുതലൊക്കെ ഒരു അസ്വസ്ഥത. ഞാൻ പറയാം, എൻ്റെ ദൈവമേ, അച്ചു ലൂറുതിലായിരുന്നെങ്കിൽ നമുക്ക് അമ്മയ്ക്കൊരു പേടിയില്ലായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനും ഇടയ്ക്ക് ഇതെനിക്ക് പേടിയാണ് അച്ചുകൂട്ടാ, നീ ഒന്ന് പുറത്തിറങ്ങാതൊക്കെ നിൽക്കുക. പക്ഷെ ഇവിടെ ഒരു തണുത്തൊരു അന്തരീക്ഷമാണ് നമുക്ക് അവിടെ. പിന്നെ അവിടെ നിന്ന് കുഞ്ഞിനെ ശ്രദ്ധിക്കുന്ന പോലെ നമുക്ക് ബാക്കി പണിയും ചെയ്യണ്ടേ. അപ്പൊ ആ ഒരു ഇതുണ്ടെന്നേ ഉള്ളു. അത് കുഴപ്പമായിട്ടൊന്നും